Hi students, we will check shell in use. Use our system shell commands shell meta characters first നമ്മുടെ സിസ്റ്റത്തിലുള്ള ഷെൽ ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ ഷെൽ ഉണ്ട് എന്ന് നമുക്ക് അറിയണം നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെൽ ഏതാണെന്ന് അറിയണം അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന കമാൻഡ്സ് ഏതാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷെൽസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഡോളർ ഓൾറെഡി അവിടെയാണ് CAT slash ഇവിടെ സ്പേസ് ആണ് സ്പേസ് സ്ലാഷ് etc/shells എന്ന് നമ്മൾ നമ്മുടെ ടെർമിനലിൽ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോളോയിങ് ലിസ്റ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ എത്ര ഷെൽ ഉണ്ട് അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും /bin/sh/bin/ash Bashel, Dashel, MKSH, PDK. And etra TCSH. അങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷെൽസും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് ഷെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിന് നമ്മൾക്ക് ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് $echo പ്രിന്റ് ചെയ്യണം നമുക്ക് ഏത് ഷെല്ലാണ് ഉപയോഗിക്കുന്നത് $shell ഡബിൾ കോട്ട്സിൽ നിങ്ങൾ $shell ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ $shell എന്ന് പറയുന്നത് കറന്റ് യൂസർ ഇപ്പം എന്താണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഒരു യൂസർ ഇപ്പം ഒരു ഷെൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു യൂസർ ഉപയോഗിക്കുന്ന ഷെൽ ആണ് ഓക്കെ ദാറ്റ് ഈസ് ദ ഷെൽ ഫോർ ദ കറന്റ് യൂസർ ഉപയോഗിക്കുന്ന ഷെല്ല് ഓക്കെ ആ കറന്റ് യൂസർ അത് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷെൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ $echo ഡബിൾ കോട്ട്സിൽ $shell എന്നുള്ള കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് $shell എന്ന് പറയുന്നത് ഇസ് ദ ഷെൽ ഫോർ ദ കറന്റ് യൂസർ അത് കറന്റ് യൂസറിന്റെ ഷെൽ എന്ന് പറയുന്നത് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെൽ ആവണമെന്ന് നിർബന്ധം ഇല്ല ബട്ട് നോട്ട് നെസസറിലി ഷെൽ ദാറ്റ് ഈസ് running at the moment മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ $shellനോടൊപ്പം $0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓർ നിങ്ങൾക്ക് $0 എന്ന് കൊടുക്കാം ഇതെങ്ങനെ റിസൾട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ബാഷ് ഷെല്ലാണെങ്കിൽ /bin/bash ഒരു ഷെല്ലിൽ നിന്ന് വേറൊരു ഷെല്ലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ബാഷ് ഷെല്ലിൽ നിന്ന് നമുക്ക് SH ഷെല്ലിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മളിപ്പോൾ $SHലേക്കാണ് നമുക്ക് ചേഞ്ച് ആവേണ്ടത് ടു ചേഞ്ച് ഫ്രം ബാഷ് ഷെൽ ടു SH ഷെൽ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക SH ഇൻ ദ കമാൻഡ് പ്രോംപ്റ്റിൽ ഈ ഒരു SH എന്ന് കാരണം $ഓൾറെഡി അവിടെ ഉണ്ടാവുമല്ലോ കമാൻഡ് പ്രോംപ്റ്റിൽ പിന്നെ ഇവിടെ നിന്നായിരിക്കുമല്ലോ ബ്ലിങ്ക് ചെയ്യുക അവിടെ നിങ്ങൾ SH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഷ് ഷെല്ലാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ SH എന്ന് മാത്രം കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് നിങ്ങൾ മൂവി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് $0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിസൾട്ട് എൻ്റെ /bin/sh എന്നാണ് കാരണം SHലേക്ക് നേരത്തെ ബാഷ് ആണല്ലോ ഉണ്ടായിരുന്നത് ആ ബാഷ് മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറും SH അത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈ ഷെൽ സ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഓരോ മെറ്റാ ക്യാരക്ടേഴ്സ് ആ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഈ മെറ്റാ ക്യാരക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സീൻ്റെ അകത്തൊക്കെ കീവേഡ്സ് പഠിച്ചിട്ടുണ്ട് ആ കീവേഡ്സിനൊക്കെ അതിൻ്റെ പെർട്ടിക്കുലർ മീനിങ് ഉണ്ട് പെർട്ടിക്കുലർ പർപ്പസ് ഉണ്ട് പെർട്ടിക്കുലർ യൂസേജ് ഉണ്ട് അതുപോലെ തന്നെയുള്ള സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്
അപ്പോൾ ഹാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് കമന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കമന്റ് ലൈൻ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ജസ്റ്റ് ഒരു കോഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കമന്റ് ഉപയോഗിക്കുന്നത്. കമന്റ്സ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഹാഷ് കൊടുത്തിട്ട് this line is a comment. അപ്പോൾ this line is a comment, it will not execute. അപ്പോൾ നമുക്കൊരു കമന്റ് കൊടുക്കണമെങ്കിൽ ഹാഷ് ആണ് യൂസ് ചെയ്യുക. ഓരോ കോഡും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു മെറ്റാ ക്യാരക്ടറാണ് സെമി കോളൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സെമി കോളൻ. അപ്പോൾ സെമി കോളൻ എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ രണ്ടോ അതിലധികമോ കമാൻഡ്സ് സെയിം ലൈനിൽ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെമി കോളൻ ഉപയോഗിച്ചിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് കമന്റ്സ് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എക്കോ ഹലോ. എക്കോ ഹലോ എന്ന് പറയുമ്പോൾ ഹലോ പ്രിന്റ് ചെയ്യുന്നത്. എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രിന്റ് കമാൻഡ് അല്ലേ. പിന്നെ സെമി കോളൻ എക്കോ ദ ഹലോ. അപ്പൊ എന്തായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആവുക? ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹലോ ദ. വേറൊരു മെറ്റാ ക്യാരക്ടറാണ് ഡബിൾ സെമി കോളൻ. ഡബിൾ സെമി കോളൻ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ കേസിൻ്റെ അകത്തൊക്കെയാണ് ഡബിൾ സെമി കോളൻ യൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ കേസ് ഡോളർ വേരിയബിൾ പർട്ടിക്കുലർ വേരിയബിളിന്റെ വാല്യൂ ഇൻ ABC ആണോ, ഈ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ ABC ആണോ ആണെങ്കിൽ ഡോളർ വേരിയബിൾ ABC, ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സെമി കോളൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് ഡബിൾ സെമി കോളൻ ആംപ്ലസെന്റും സെമി കോളൻ ആംപ്ലസെന്റും യൂസ് ചെയ്യാറുണ്ട്. അതും കേസ് ഓപ്ഷൻസിന്റെ ടെർമിനേഷൻസിന് വേണ്ടിയിട്ട്, ടെർമിനേറ്റർ ആയിട്ട്, ദാറ്റ് ഈസ് ടെർമിനേഷൻ ഓഫ് എ വൺ കേസ് ഓപ്ഷൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് 4+ ബാഷ് സ്ക്രിപ്റ്റ്, ഷെൽ സ്ക്രിപ്റ്റിൻ്റെ അകത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മെറ്റാ ക്യാരക്ടറാണ് ഡോട്ട്, പീരീഡ് എന്ന് പറയും. ഓക്കെ, ഈ പീരീഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഴ്സ് ഫയലൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഫയൽ നെയിം, ദാറ്റ് ഈസ് ഫയൽ നെയിം ഡോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ അല്ലേ. സോഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോഴ്സ് ഫയൽ നെയിം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ നെയിം. അപ്പോൾ നമ്മുടെ ആ ഡോട്ടിന്റെ ഫ്രണ്ടിലുള്ള ഫയൽ നെയിം എന്തായിരിക്കും നമുക്ക് ലോഡ് ചെയ്യാം. ദാറ്റ്സ് ഡോട്ട് മെറ്റാ ക്യാരക്ടർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സ് ഓൾവേസ് നിങ്ങൾക്കറിയാം സ്ട്രിങ്ങിനെ സൂചിപ്പിക്കാൻ, സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഡബിൾ കോഡ്സ് യൂസ് ചെയ്യാറ്. ദെൻ സിംഗിൾ കോഡ്സ് യൂസ് ചെയ്യാറുണ്ട്. സിംഗിൾ കോഡ്സ് സിംഗിൾ ക്യാരക്ടർ വിത്തിൻ എ സ്ട്രിങ്, ഒറ്റൊരു ക്യാരക്ടറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് കോട്ടിംഗ് ക്യാരക്ടറാണ് ഇത് സിംഗിൾ കോഡ്സ് എന്ന് പറയുന്നത്. ഒരൊറ്റ പർട്ടിക്കുലർ ക്യാരക്ടറിനെ മാത്രം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല സീലുള്ള അതേ കോൺസെപ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് മെറ്റാ ക്യാരക്ടർ വരുന്നത് കോമ. കോമ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരുപാട് സീരീസ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ കോമ സെപ്പറേറ്റ് ചെയ്യാം. A = 9, 50 / 3 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് കോമ യൂസ് ചെയ്യാം. ഒരുപാട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഫോളോഡ് ബൈ ആയിട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ വേറൊരു പ്രത്യേകത, ഈ കോമ ഓപ്പറേറ്റർ ക്യാൻ ഓൾസോ കോൺകാറ്റിനേറ്റ് സ്ട്രിങ്സ്. രണ്ട് സ്ട്രിങ്സിനെ കോൺകാറ്റിനേറ്റ് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. The next ബാക്ക്സ്ലാഷ് ആയിട്ടുള്ള മെറ്റാ ക്യാരക്ടർ. ഇത് ശരിക്കും ബാക്ക്സ്ലാഷ് എന്ന് പറയുന്നത് ഒരു കോട്ടിംഗ് മെക്കാനിസം ഫോർ സിംഗിൾ ക്യാരക്ടർ. സിംഗിൾ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിംഗ് മെക്കാനിസം തന്നെയാണ്. കാരണം നമ്മൾക്ക് ഈ ഒരു \x എന്ന് പറയുന്നത് സിംഗിൾ കോഡ്സിൽ x ഇടുന്നതിന് തുല്യമാണ്. എ കോട്ടിംഗ് മെക്കാനിസം ഫോർ സിംഗിൾ ക്യാരക്ടേഴ്സ്. അപ്പം /x എന്ന് പറയുന്നത് ദാറ്റ് എസ്കേപ്സ് ദ ക്യാരക്ടർ x, ദാറ്റ് മീൻസ് അത് x ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പിന്നെയുള്ളത് ഫോർവേഡ് സ്ലാഷ് ആണുള്ളത്. ഫോർവേഡ് സ്ലാഷ് നമ്മൾ
പാത്ത്, ഫയൽ നെയിം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പാത്തും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് // യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് കമാൻഡ് നിങ്ങൾ ടിൽഡ അല്ല, ടിൽഡ കീൻ്റെ അതിൽ നിങ്ങൾക്ക് കാണാം ടിൽഡയും പിന്നെ ഈ ഒരു കീയും ഒരുമിച്ചാണ് ഉണ്ടാറ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു കമാൻഡ് കൺസ്ട്രക്ട് മേക്സ് അവൈലബിൾ ദ ഔട്ട്പുട്ട് ഓഫ് കമാൻഡ് ഫോർ അസൈൻമെന്റ് ടു എ വേരിയബിൾ. ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് അസൈൻ ചെയ്യാൻ ടു എ വേരിയബിൾ. ഇതിന് പറയാം നമ്മൾ ബാക്ക് കോഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബാക്ക് ടിക്സ് എന്ന് പറയാം. ടിൽഡ ക്യാരക്ടർ ഉള്ള ഒരു കീ ഉണ്ടല്ലോ നമ്മുടെ കീബോർഡിൽ, അതിനകത്താണ് ഇത് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ടിൽഡ നമുക്ക് ലഭിക്കുക ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ലഭിക്കുക. ബാക്ക് കോഡ്സ് ഓർ ബാക്ക് ടിക്സ് എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ദിസ് ഇസ് എ ബാക്ക് കോഡ്സ് ഓർ ബാക്ക് ടിക്സ്. ഇനി നെക്സ്റ്റ് മെറ്റാ ക്യാരക്ടർ വരുന്നത് കോളൻ ആണ്. ഇത് ഈ കോളൻ എന്ന് പറയുന്നത് ഇക്വലന്റ് ഓഫ് എ നോപ്പ്, നോ ഓപ്പ്. നോ ഓപ്പ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ഡൂയിങ് നത്തിങ്, ഡു നത്തിങ് ഓപ്പറേഷൻ ആണ് നോ ഓപ്പ്, നോ ഓപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നെഗറ്റീവ്, എക്സ്ക്ലമേഷൻ, റിവേഴ്സ് എന്ന് പറയും, നെഗേറ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ എന്താണോ ഒരു ഈക്വൽ ആണെങ്കിൽ നോട്ട് ഈക്വൽ എന്നൊക്കെ ഉപയോഗിക്കുമല്ലോ നമ്മൾ, നെഗേഷൻ. പിന്നെ വരുന്നത് വൈൽഡ് കാർഡ് ആണ്, ആസ്ട്രിക്. ആസ്ട്രിക് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആണ്. ആ ആസ്ട്രിക് ഒരു വൈൽഡ് കാർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ $echo star. The star also represents any number characters in a regular expression. ഒരു റെഗുലർ എക്സ്പ്രഷൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വൈൽഡ് ക്യാരക്ടർ, ഈ വൈൽഡ് കാർഡ് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റാർ എ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് എ ഉള്ള സ്ട്രിങ് കണ്ടുപിടിക്കാനൊക്കെ പല രീതിയിൽ നമ്മൾ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ ആസ്ട്രിക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ $echo star എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് പർട്ടിക്കുലർ ഒരു റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റെഗുലർ എക്സ്പ്രഷൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്ത് സ്റ്റാർ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്റ്റാർ ഡിനോട്ട്സ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഉള്ള ഡബിൾ ആസ്ട്രിക്, ഡബിൾ സ്റ്റാർ നമുക്ക് എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് മെറ്റാ ക്യാരക്ടർ ആണ്. ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ എന്നുള്ള സാധാരണ സിയിലുള്ള ടേർണറി ഓപ്പറേറ്റർ, സി സ്റ്റാൽ ട്രൈനറി ഓപ്പറേറ്ററിനെ പോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ മെറ്റാ ക്യാരക്ടർ യൂസ്ഡ് ഇൻ സ്ക്രിപ്റ്റ്. നെക്സ്റ്റ് ഡോളർ യൂസ് ചെയ്യാറുണ്ട്. ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വേരിയബിളിനകത്തുള്ള കണ്ടൻസ്. ഫോർ എക്സാമ്പിൾ VAR1, ദാറ്റ്സ് എ വേരിയബിൾ. അതിൽ 5 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡോളർ വേരിയബിൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രിന്റ് ചെയ്യുക? ഇവിടെ #5 എന്ന് കൊടുത്താൽ എന്താണ്? # ഇസ് എ കമന്റ്. സോ ദിസ് വിൽ പ്രിന്റ് 5. അത് കമന്റ് ബോക്സിൽ ഇട്ടിട്ട് കൊടുത്താണ്. ഓക്കെ, കമന്റിൽ ഇട്ടിട്ട് കൊടുത്താണ്. പിന്നെ ഉള്ളത് നമ്മളെ പാരന്തിസിസ് ആണ്. പാരന്തിസിസ് എന്ന് പറയുന്നത് ഒരുപാട് ലിസ്റ്റ് ഓഫ് കമന്റ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ പാരന്തിസിസ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. പാരന്തിസിസിന് പ്രാധാന്യം കൊടുക്കില്ല. പാരന്തിസിസിനുള്ള കമന്റ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ഓപ്പറേഷൻ ആണെങ്കിൽ അതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. A321 നമ്മൾ എന്തിട്ടുണ്ട്? പാരന്തിസിസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രാധാന്യം, ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ അതിന് പ്രാധാന്യം കൊടുക്കും. പിന്നെ വേറൊരു കാര്യം, അറേൻ്റെ അകത്ത് ഈ ഒരു പാരന്തിസിസ് യൂസ് ചെയ്യാറുണ്ട്. അറേ. ഓക്കെ,
ഫോർ എക്സാമ്പിൾ arrayന്റെ അകത്ത് വാല്യൂസ് കൊടുക്കുകയാണ് നമ്മൾ എലമെന്റ് 1, എലമെന്റ് 2, എലമെന്റ് 3. ഈ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ പാരന്റസിസിലാണ്. പിന്നുള്ളത് ബ്രേസസ് യൂസ് ചെയ്യാറുണ്ട്, കേളി ബ്രേസസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡബിൾ കോട്ട്സിൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ കുറച്ച് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഹാഷ് ഇട്ടിട്ട് കാണിക്കുന്നത് ഇത് പ്രിന്റ് ചെയ്ത് വരിക ദീസ് ഡബിൾ കോട്ട്സിൽ പ്രിന്റ് ചെയ്യും, വേർഡ്സ് ഡബിൾ കോട്ട്സിൽ പ്രിന്റ് ചെയ്യും, ആറിന് ഡബിൾ കോട്ട്സിൽ പ്രിന്റ് ചെയ്യും, ക്വാർട്ടഡ് നിന്നും ഡബിൾ കോട്ട്സിൽ പ്രിന്റ് ചെയ്യും. ഒറ്റ ലൈനായിട്ട് ഇത് പ്രിന്റ് ചെയ്ത് വരും. കാരണം ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഹിയർ ഡബിൾ കോട്ട്സ്. നെക്സ്റ്റ് ഇത് കേളി ബ്രേസസിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, 4 സ്ട്രിങ്സ് ആ കൊടുത്തിട്ടുള്ളത്. 4 സ്ട്രിങ്സ്. അപ്പോൾ ഓരോ സ്ട്രിങ്ങിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡബിൾ കോട്ട്സ് ആയിട്ട് ഓരോ സ്ട്രിങ്ങിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. അത് ഇവിടെ ഞാൻ ഹാഷ് ഇട്ടിട്ട് കൊടുക്കാൻ കാരണം കമന്റ് ആയിട്ട് കൊടുത്തതാണ്. ബ്രേസസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് എക്സ്റ്റെൻഡഡ് ബ്രേസ് എക്സ്പാൻഷൻ ആണ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു എക്കോ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ ഡോട്ട് ഡോട്ട് എച്ച്, ദാറ്റ് മീൻസ് എ ടു എച്ച് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഹാഷ് ഇട്ടിട്ട് കമന്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ പ്രിന്റ് ചെയ്യുക, ABCDEFGH എന്ന് പ്രിന്റ് ചെയ്ത് വരും. പിന്നെ നെക്സ്റ്റ് ഈ കേളി ബ്രാക്കറ്റ് തന്നെ ബ്ലോക്ക് ഓഫ് കോഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലോക്കൽ A equal to ലോക്കൽ A, then A equal to 1 2 3 വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റിന് നമ്മളിവിടെ പറയാം ടെസ്റ്റ് എന്നാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു അറേന്റെ കേസസിൽ ഓരോ അറേന്റെ ഓരോ എലമെന്റിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. array of 1. നെക്സ്റ്റ് മെറ്റാ ക്യാരക്ടർ വരുന്നത് ഒരു ലെസ് ദാൻ എന്ന് പറയുന്ന ഇതാണ്, റീഡയറക്ഷൻ. ഇതിന് പറയാം നമ്മൾ റീഡയറക്ഷൻ എന്നാണ് പറയാം. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഗെറ്റ് ഇൻപുട്ട് ഫോർ ദ കമാൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫയൽ ലിസ്റ്റഡ് ടു ദ റൈറ്റ് ഓഫ് ദിസ് സിംബൽ. ഈ ഒരു ലെസ് ദാൻ എന്ന് പറയുന്ന സിംബൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കമാൻഡിന് ഇൻപുട്ട് ലഭിക്കുന്നു. ഇപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കമാൻഡ് കൊടുത്തിട്ടുണ്ട് സോർട്ട്. ഇവിടെ ഒരു റീഡയറക്ഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഫയൽ നെയിം ഡോട്ട് ടെക്സ്റ്റ്. ഇപ്പൊ ലെഫ്റ്റിലുള്ള ഈ കമാൻഡിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫയൽ നെയിം ഡോട്ട് ടെക്സ്റ്റ്. റൈറ്റിലുള്ള ഈ ഒരു സിംബൽ, ദാറ്റ് മീൻസ് റൈറ്റിലുള്ള ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫയൽ നെയിം ആണ്. അപ്പോൾ ഇതെന്താ പ്രിന്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫയൽ നെയിം ഡോട്ട് TXT എന്ന് പറയുന്ന ഫയലിന്റെ അകത്തുള്ള കണ്ടന്റ്സിനെ സോർട്ടഡ് ആയിട്ട് പ്രിന്റ് ചെയ്യും. അതാണ് സോർട്ട് റീഡയറക്ഷൻ. അതുപോലെ തന്നെ ഇത് ലെസ് ദാൻ റീഡയറക്ഷൻ. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന റീഡയറക്ഷൻ ഉണ്ട്. ഗ്രേറ്റർ ദാൻ റീഡയറക്ഷൻ എന്താ ചെയ്യുന്നത്, ഈ ഒരു CAL എന്ന് പറയുന്ന കമാൻഡിന്റെ ഔട്ട്പുട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നു. സെൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ കമാൻഡ് ഓൺ ദ ലെഫ്റ്റ്. ലെഫ്റ്റിലുള്ള ഇതിന്റെ കമാൻഡിനെ എവിടത്തേക്ക് കൊണ്ടുവന്ന് ഇൻ ടു ദ ഫയൽ, ഈ ഫയലിലേക്ക് കൊണ്ടുവരാണ്. അപ്പം ഈ ഒരു കമാൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ CAL എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ കോൾ ചെയ്താൽ കറണ്ട് കലണ്ടറിന ഈ ഫയൽ നെയിം ഡോട്ട് TXT എന്ന് പറയുന്ന ഫയലിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ ഔട്ട്പുട്ട് ഇതിലേക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെസ് ദാൻ എന്ന് പറയുന്ന റീഡയറക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ്സിനെ ഇതെന്ത് ചെയ്യുന്നത്, സോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് എന്താണോ അത് ഔട്ട്പുട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഈ ഒരു കമാൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കമാൻഡിന് സോർട്ട് എന്ന് പറയുന്ന കമാൻഡിന് ഇൻപുട്ട് വേണം. സോ ഇൻപുട്ട് നോക്കി ഫയൽ നെയിം ഡോട്ട് TXT എന്നതിൻ്റെ അകത്താണ് ഇൻപുട്ട് എടുക്കുന്നത്.
ഈ ഒരു കമാൻഡിന്റെ പ്രത്യേകത, ഈ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് CAL ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു ഫയലിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നെയിം ഡോട്ട് ടിഎക്സ്റ്റിന്റെ അകത്ത് കിട്ടിയിട്ടുള്ള കണ്ടന്റ്സിനെ സോർട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. ലൈൻസ് സോർട്ട് ചെയ്തിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുക. പിന്നെ വേറെ വരുന്ന മെറ്റാ ക്യാരക്ടറാണ് പൈപ്പ്. പൈപ്പ് ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ തോന്നുന്ന ഇതാണ് പൈപ്പ്. അപ്പൊ ഈ പൈപ്പ് കമാൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഔട്ട്പുട്ട് ഓഫ് ദ കമാൻഡിന്റെ ഔട്ട്പുട്ട് ടു ദ ലെഫ്റ്റ് ആസ് ദ input to the command on the right of the symbol. Okay, ഇപ്പൊ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. pipe command. So the pipe command, ഇപ്പൊ നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു pipe command ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കമാൻഡ് മെറ്റാ ക്യാരക്ടർ പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കമാൻഡ് എന്താണ്? cat. അപ്പോൾ ഈ ഒരു കമാൻഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫയൽ നെയിം ഡോട്ട് txt എന്ന് പറയുന്ന ഫയലിൻ്റെ അകത്തുള്ള എല്ലാ എല്ലാ ലൈൻസും പ്രിന്റ് ചെയ്യും. അതിനോടൊപ്പം ഏത് സ്ട്രിങ്ങും ഉണ്ടാവും, IT എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങും ഉണ്ടാവും അതിനോടൊപ്പം. അപ്പോൾ ദിസ് സെൻസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ കമാൻഡ്, CAT ആണ് കമാൻഡ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു. To the left as the input to the command or the right of the symbol. Okay, ഈ ഒരു സിമ്പിളിന്റെ റൈറ്റ് സൈഡിലുള്ള അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫയലിലേക്ക് കൊടുക്കുന്നു. ഫയൽ നെയിം ഡോട്ട് txt. പിന്നെയുള്ള വേറൊരു മെറ്റാ ക്യാരക്ടറാണ് ഡബിൾ ആംപർസെൻഡ്. ഡബിൾ ആംപർസെൻഡ് ലെഫ്റ്റ് ഭാഗത്തിലുള്ള നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ റൈറ്റ് പ്രിന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഡബിൾ ആംപർസെൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MKDIR മേക്ക് എ ഡയറക്ടറി, സ്റ്റഫ് എന്ന് പേരുള്ള ഒരു ഡയറക്ടറി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്ത് വരും? മേഡ് ദ ഡയറക്ടറി എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് സക്സസ് ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് പ്രിന്റ് ചെയ്ത് വരും. പിന്നെ വേറൊരു റൺ കമാൻഡ് ഉണ്ട്, 2 പൈപ്പ് ലൈൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാ പ്രിന്റ് ചെയ്ത് തരുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ലെഫ്റ്റിലുള്ള കമാൻഡ് ഫെയിൽ ആയി, ദാറ്റ് ഈസ് MKDIR സ്റ്റഫ് ഫെയിൽ ആണെങ്കിൽ മാത്രം ഇത് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഡബിൾ ആംപർസെൻഡ് ആണെങ്കിൽ ഇത് ട്രൂ ആണെങ്കിൽ, ലെഫ്റ്റിലുള്ള കമാൻഡ് ട്രൂ ആണെങ്കിൽ റൈറ്റ് വർക്ക് ചെയ്യും. ഇതിപ്പോൾ ഡബിൾ പൈപ്പ് ലൈൻ ആണെങ്കിൽ ലെഫ്റ്റിലുള്ളത് ഫാൾസ് ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്ത് വരും. പിന്നെ വേറെ ഉള്ളത് സിംഗിൾ ആംപർസെൻഡ് ആണ്. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമാൻഡ് തന്നെ പറയാം. ഇപ്പോൾ John/etc/password ആംപർസെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിലുള്ള പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ടു ക്രാക്ക് ദ പാസ്വേഡ്സ്. നെക്സ്റ്റ് മെറ്റാ ക്യാരക്ടറാണ് അസൈൻമെൻറ്റ്. അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്ട്രിംഗ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഷെൽ ഇൻ യൂസ്, ഇപ്പോൾ ഉപയോഗത്തിലുള്ള ഷെല്ല് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സിസ്റ്റത്തിൽ എത്ര ഷെൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സ്, പിന്നെ നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരുപാട് മെറ്റാ ക്യാരക്ടേഴ്സ്. ഓക്കെ.